സാമ്പത്തിക രംഗത്ത് വലിയൊരു മാറ്റത്തിന് വഴിതെളിക്കുന്ന പുതിയ FDI നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിദേശ നിക്ഷേപങ്ങൾ ലളിതമാക്കാനും അതോടൊപ്പം തന്നെ കൃത്യമായ മേൽനോട്ടം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ റീസെറ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ലിസ്റ്റഡ് കമ്പനികളിലും അൺലിസ്റ്റഡ് കമ്പനികളിലുമുള്ള വിദേശ നിക്ഷേപങ്ങളെ ഒരേപോലെ കാണാൻ പോകുന്നു എന്നതാണ്. നിലവിൽ ഒരു അൺലിസ്റ്റഡ് കമ്പനിയിൽ നടക്കുന്ന 1% നിക്ഷേപം പോലും FDI ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ലിസ്റ്റഡ് കമ്പനികളിൽ 10% താഴെയുള്ള നിക്ഷേപത്തെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്നും 10% മുകളിലുള്ളതിനെ മാത്രമേ FDI എന്നും വിളിക്കാറുള്ളൂ. ഈ ഒരു വേർതിരിവ് പലപ്പോഴും നിക്ഷേപകർ ദുരുപയോഗം ചെയ്യാറുണ്ട്. ഇതൊഴിവാക്കാൻ രണ്ടു തരം കമ്പനികൾക്കും ഒരേപോലെ യൂണിഫൈഡ് 10% ബെഞ്ച്മാർക്ക് കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇത് നിക്ഷേപകർക്ക് കൂടുതൽ വ്യക്തത നൽകുകയും നിയമപരമായ നൂലാമാലകൾ കുറയ്ക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാന പോയിന്റ് കമ്പനികൾക്ക് സ്വന്തമായി വിദേശ നിക്ഷേപ പരിധി നിശ്ചയിക്കാൻ സാധിക്കുമെന്നതാണ്. ഉദാഹരണത്തിന് പ്രതിരോധം അല്ലെങ്കിൽ ടെലികോം പോലുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് സുരക്ഷാ കാരണങ്ങളാലോ ലൈസൻസിംഗ് നിബന്ധനകൾ മൂലമോ വിദേശ നിക്ഷേപം ഒരു നിശ്ചിത ശതമാനത്തിൽ കൂടരുത് എന്ന് സ്വയം തീരുമാനിക്കാം. ഇതിനായി കമ്പനികൾക്ക് അവരുടെ ബോർഡ് മീറ്റിംഗിലൂടെയോ ഷെയർ ഹോൾഡർമാരുടെ അനുമതിയോടെയോ പുതിയ പരിധി നിശ്ചയിക്കാനും അത് RBI അറിയിക്കാനും സാധിക്കും. ഇത് കമ്പനികൾക്ക് കൂടുതൽ സ്വാശ്രയത്വം നൽകുന്നുണ്ട്. ഇനി ഇൻഷുറൻസ് മേഖലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2026 ഫെബ്രുവരി മുതൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനികളിൽ ഇപ്പോൾ 100% വിദേശ നിക്ഷേപം അനുവദനീയമാണ്. ഇത് വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് വരാനും ഇൻഷുറൻസ് രംഗത്ത് കൂടുതൽ മത്സരവും നവീകരണവും കൊണ്ടുവരാനും സഹായിക്കുന്നുണ്ട്. എങ്കിലും കമ്പനിയുടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ CEO ഇന്ത്യൻ പൗരനായിരിക്കണമെന്ന കർശന നിബന്ധനയുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന വിഭാഗത്തിൽപ്പെടുന്ന നിക്ഷേപകർക്കുള്ള പരിധിയും സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വ്യക്തിഗത നിക്ഷേപ പരിധി 5% നിന്ന് 10%, മൊത്തത്തിലുള്ള നിക്ഷേപ പരിധി 10% നിന്ന് 24% ഉയർത്തിയത്. വില നിർണ്ണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാനും പുതിയ പരിഷ്കാരങ്ങൾ സഹായിക്കും. നിലവിൽ വിദേശ നിക്ഷേപകർ ഓഹരികൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഉണ്ടാകുന്ന ഫെയർ വാല്യൂ സംബന്ധിച്ച തർക്കങ്ങൾ ബിസിനസ് സുഗമമാക്കുന്നതിന് തടസ്സമായിരുന്നു. പുതിയ റൂളുകൾ ഇത്തരം പ്രശ്നങ്ങൾ ലഘൂകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം $50 ബില്യൺ FDI ആണ് ഇന്ത്യയിലേക്ക് എത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 13% വർധനവാണിത്. 2026 ഇത് $80 ബില്യൺ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പുതിയ നിയമങ്ങൾ നടപ്പിലാകുന്നതോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ കേന്ദ്രമായി മാറുമെന്നതിൽ സംശയമില്ല.